ഇന്ന് നമ്മള് നല്ല മഞ്ഞൊക്കെയുണ്ട് പുറത്ത്. അപ്പോൾ ഓർത്തു ബീച്ച് വരെ പോയിട്ട് വന്നാൽ എങ്ങനെ ഉണ്ടാവുന്നു. അറിയാം കുറച്ച് പ്രശ്നമാണ്, എന്നാലും ഞാനിപ്പം ഫുൾ സെറ്റായിട്ടാണ് ഇറങ്ങുന്നത്. നോക്കിക്കേ, ഇതെൻ്റെ കോട്ട്, അതിൻ്റെ അകത്തൊരു ഹുഡി, അതിൻ്റെ അടിയിൽ വേറെ ഹുഡി, അതിൻ്റെ അടിയിൽ തെർമൽസ്, അതിൻ്റെ അടിയിൽ വേറെ ബനിയൻ. ഇത്ര ഞാൻ ഇട്ടിട്ടുണ്ട്. കാര്യം നമ്മൾ പ്രിക്കോഷൻ എടുക്കണമല്ലോ. അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. രൂപം ശരിയാണെങ്കിൽ തണുത്ത് വരച്ച് പണ്ടാരടങ്ങി എങ്ങനെയെങ്കിലും തിരിച്ചു വന്നാൽ മതി എന്ന് കരുതി അവിടെ നിന്ന് ഇറങ്ങുള്ളൂ. ബട്ട് സ്റ്റിൽ ഞങ്ങൾ അതിന് മുതിരുകയാണ് ഗൈസ്. അപ്പം നല്ല മഞ്ഞ നമുക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ കൂടെ കാറ്റും. നമ്മൾ ഏതും പോരാഞ്ഞിട്ട് പോകുന്നത് ബീച്ചിലോട്ട്. ശുഭം. കുറേ നാളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴെൻ്റെ മുഖത്തോട്ട് വെളിച്ചം തന്നെ വീഴണം. ഡോണൽ ഏണസ്റ്റ് നോക്ക്, നല്ല രസമില്ലേ? മഞ്ഞിപ്പോൾ പെയ്തേ ഉള്ളൂ, പക്ഷെ വലിയ തണുപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ബസ് വരണുണ്ട് തോന്നണം, അവർ ഓർഡറുണ്ട്. ഞാൻ പയ്യെ ഓറിയിട്ടേ വരുള്ളൂ. അയ്യോ ഒരു മിനിറ്റ്, മുന്നിങ്ങത്തെ വീട് ഇതണ്ട പെണ്ണിക്കിടക്ക. ഈ മഞ്ഞത്ത് ഡാൻസ് കളിക്കുമ്പോഴും പ്രശ്നം ഇതാ. ഡാൻസ് കളിക്കുമ്പോൾ എടുക്കുന്നത് നമ്മള് നിന്ന് ഡാൻസ് കളിച്ചേ അവിടെ മുഴുവൻ എന്താ തെന്നലാവും. മീൻസ് ഈ ഐസിൽ തെന്നൂലേ, അതുപോലെ തെന്നും. അപ്പൊ ഡാൻസ് കളിക്കാനും പറ്റില്ല. നമ്മുടെ ബസ് വരുന്നുണ്ട് തോന്നുന്നു. ഇല്ലല്ലോ, വെച്ചിട്ടില്ലേ? അതാണ് കുറച്ച് വെട്ടമൊക്കെ കിട്ടണം കേട്ടാ. നോക്ക്, എന്തോ വലുത് വരാൻ പോകുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നോക്ക്, ഇത് ആലിപ്പഴാണോ? ഇല്ല, മഞ്ഞ് വീണതിന് മുന്നേ ഒരു സാധനമില്ലേ, ഇങ്ങനെ കട്ട കട്ടയായിട്ട് ആദ്യം മഞ്ഞ് വീഴും. ആ, ഇതാണ് സാധനം, കണ്ടോ? ഇനി ഇത് കഴിഞ്ഞിട്ട് മഞ്ഞിൻ്റെ ആ ഷേപ്പിൽ മഞ്ഞ് വീഴും. എൻ്റെ തലയിലൊക്കെ ഇരിക്കുന്ന നോക്ക്. അതല്ല, എന്തോ വലുത് വരാൻ പോകുന്നു എൻ്റെ മനസ്സ് പറയുന്നു. ഇത് ഭയങ്കര വലിയ സൈസാട്ടോ, തലക്ക് അടിച്ച് കൊള്ളണുണ്ട് എനിക്ക്. നമ്മൾ നല്ല ആലിപ്പഴാണോന്ന് ചോദിച്ചാൽ ആലിപ്പഴം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ആലിപ്പഴം എന്ന് പറയണത് ഏകദേശം വെള്ളത്തിൻ്റെ അതേ കളറൊക്കെ അല്ലേ. ഇതല്ല, ഇത് മഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ ടെമ്പറേച്ചർ അത്യാവശ്യം കുറവാണെങ്കിൽ, മീൻസ് വലിയ മൈനസിലോട്ട് പോകാത്തൊരു ടെമ്പറേച്ചർ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും മഞ്ഞ് വീണേ. നമ്മളുടെ ടണലിൽ പോവാം, ടണലിൽ കൂടി അപ്പുറം പോകണം. ഇവിടെ പാട്ടൊക്കെ ഉണ്ടല്ലോ, കാണിച്ചു തരാവേ. അപശകുനാണല്ലോ തുടങ്ങിയപ്പോൾ തന്നെ. ഏതായാലും പാട്ട് കാണിച്ചു. നമ്മളെ എന്നപ്പോ പാട്ടം തീർന്നു പോയി. ശുഭം. അതാ പറഞ്ഞ മൊത്തത്തിൽ എന്തോ ഒരു അപശകുനമുണ്ട്. അതുകൊണ്ട് എന്തോ വലുത് വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. എന്നാലും വെച്ച കാലം ഞാൻ പുറകോട്ടില്ല. നമ്മളിന്ന് പോയിരിക്കും. നല്ല കാറ്റും കൂടി ഉണ്ട്. എല്ലാം കൂടി ഇന്ന് കിടിലുണ്ട് അവസ്ഥ. ഇവിടെ മൊത്തം തെന്നി കിടക്കുക. അതാ ഞാൻ താഴത്തെ നോക്കി നടക്കണം, അല്ലെങ്കിൽ മുന്നിടിച്ച് ഞാൻ വീഴും. അത് നിങ്ങൾ ലൈവിൽ കാണിച്ചു വരുമ്പോൾ കണ്ടോ, ഇതുപോലെയാണ് കിടക്കുന്നത്. ഇത് പറയുമോ, ഇവിടുത്തെ സെന്ററിലുള്ളൊരു മാളാ. ഞങ്ങളിവിടെ ടിക്കറ്റ് വാങ്ങാൻ പോവാ. ഇതാട്ടോ നമ്മുടെ ബസ് കാർഡ് ഇങ്ങനെ ഇരിക്കുന്ന. ഇത് നമുക്ക് ഇവിടുത്തെ എല്ലാ ഷോപ്സിലും ഷോപ്പിംഗ് സെന്ററിൽ നിന്നൊക്കെ കിട്ടും. ഈ ബസ് കാർഡ് വെച്ചിട്ട് നമുക്ക് 1.5 മണിക്കൂർ ഏകദേശം എല്ലാം യൂസ് ചെയ്യാം. ബസ്, ട്രാം എല്ലാം യൂസ് ചെയ്യാം. ഞാൻ മന്ത്ലി ഉള്ള എൻ്റെ ബസ് കാർഡാണ് റീചാർജ് ചെയ്യാറ്. ഞാൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കതിന് ഓഫർ ഉണ്ടാവും. ഇത് ഇവിടുത്തെ ഒരു പാർക്ക് പോലത്തെ പിള്ളേരുടെ ഒരു സെറ്റപ്പാണേ. നമുക്ക് കയറാം. പക്ഷേ മഞ്ഞ് വീണ് കിടക്കണോണ്ട് മൂക്കും കുത്തി വീഴുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്നാലും വലിയ ട്രൈ. പക്ഷെ അത് റിസ്ക്കാ. ഇവിടെ ഇങ്ങനെ പോകുന്നു, ഇവിടെയൊക്കെ എളുപ്പമാണ്. ഇവിടെ കയറുണ്ട്. എന്തിനാണ് വെറുതെ നമ്മുടെ ശരീരം കളയുന്നത്? ഒന്നാമത് തണുപ്പുവാ. ഈ കാട്ടുമുക്കിലോട്ടൊന്നും വണ്ടി പോലും ആംബുലൻസ് പോലും വിളിച്ചാൽ അവർ തോന്നാറില്ല. പിന്നെ ഇവിടുന്ന് നടന്ന് ഇതിൽ കയറി തൂങ്ങി
അപ്പുറം പോയി. അവിടെ ഫുള്ള് പിന്നെ കയറി എൻ്റെ കൈയൊക്കെ തണുത്തിട്ട് വിറക്കുന്നുണ്ട്, നാക്കൊക്കെ കുഴയുന്നുണ്ട്. ഇതെന്തത് അവിടേക്ക് ഇങ്ങനെ തൂങ്ങി വേണം അപ്പുറത്തോട്ട് പോകാൻ. പിന്നെ ഇത് ഇങ്ങനെ പിടിച്ച് അങ്ങനെ വേണം. പിന്നെ ഇതെനിക്കിഷ്ടമാണ്. പിന്നെ കൂടെ ഉള്ളതൊക്കെ മരം കയറുകളായതുകൊണ്ട് അതേ മുന്നിൽ കുത്തി വീണ ആംബുലൻസ് പോലും വരൂല കേട്ടോ. മോനെ പല്ലക്ക വേണോ മുമ്പിലത്തെ? നോക്ക് ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ സാധനങ്ങൾ കേട്ടോ. പിള്ളേരൊക്കെ ആയിട്ട് സമ്മറിൽ വരാൻ പറ്റിയ സ്ഥലം. ഈ പൈൻ ഫോറസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇത് ഫുള്ള് പൈൻ ഫോറസ്റ്റും അതിനെ നടുക്കൂടി ഈ ഒരു പാത്തും. അങ്ങോട്ടൊക്കെ കൂടി പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. പച്ച കളറിലെ പുല്ല് കണ്ടോ? ഇത് സമ്മറിന് ഫുള്ള് നല്ല ഈ എന്താ പറയാ നല്ല ഗ്രീനറി ആയിട്ടിരിക്കും. നല്ല ഈ പച്ച കളറിലെ പുല്ലില്ലേ, അത് സമ്മർ ആകുമ്പോൾ നല്ല പച്ച കളറിരിക്കും. തത്തപ്പച്ചേന്ന് അല്ല, ചാണാ പച്ചേന്ന് തത്തപ്പച്ചയിലോട്ട് മാറും. നോക്ക് നല്ല ഭംഗിയില്ലേ, നല്ലവേ. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 2 വളവിന് നമ്മുടെ കടൽ തീരം എത്തും. 2 വളവെന്ന് പറയുമ്പോൾ ഓരോ കിലോമീറ്ററിനും ഓരോ വളവ്. കാറ്റ് നോക്ക്, പേടിയാവണുണ്ട് എനിക്ക്. മൂടൽമഞ്ഞ, എൻ്റെ ദൈവമേ, ഇനി അതും കൂടി ഉള്ളു വരാൻ. തിരിച്ച് വഴിതെറ്റിപ്പോ എന്ത് ചെയ്യും നമ്മള്? എനിക്ക് മറ്റേ സിനിമയൊക്കെ ഓർമ്മ തന്നെ, സുമതി വളവ്. ഇവിടെ ഉണ്ടല്ലോ കടലിന് അത്ര ഇരമ്പലില്ല. ഇവിടുത്തെ കടലിൽ തിരമാല ഇല്ല, പാവം കടല. പക്ഷേ ഇപ്പൊ ഈ കൊടുങ്കാറ്റിന്റെ ഒരു അലേർട്ടൊക്കെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതാണോ തിര അടിക്കുന്നുണ്ടോന്ന് അറിയാൻ പാടില്ല. ഏതായാലും നല്ല ഒരു ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ്. എനിക്ക് പേടിയാവുന്നുണ്ട്. ഇവർക്കാർക്കും പേടിയാവുന്നില്ല. എന്നെ എവിടെ നിന്ന് ഇപ്പോൾ ഒരു മുതലേ ചാടി വന്നാൽ നീ എന്ത് ചെയ്യും? നീ അങ്ങനെ നിന്നാ മുതൽ എന്നെ കൊണ്ട് പോകും. ഒരു സുനാമി വന്നാലോ? നിനക്ക് നീന്താ? അതെനിക്ക് മനസ്സിലായി. ബ്ലാക്ക് കളർ ഇട്ടേക്കണ ഞങ്ങൾ ഫുൾ ബ്ലാക്ക് ഗ്യാങ് ആണ് കേട്ടോ. അങ്ങനെയല്ല, ബ്ലാക്ക് ഡ്രസ്സാന്ന് ഉദ്ദേശിച്ചത്. ആരാണ് നീല പാൻറ് ഇട്ടത്? നശിപ്പിച്ചല്ലോണല്ലേ. പക്ഷെ ഈ ഒരു ക്ലൈമറ്റ് ഭയങ്കര പേടി. അവിടെ ഒരു അനക്കൊണ്ടെന്നാണോ പറഞ്ഞത്? അനക്കൊണ്ടാന്ന് രസമാണ്. പക്ഷെ എനിക്ക് പേടിയാവുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ഇത്രയും ഒരു ഭീകരമായ ക്ലൈമറ്റിൽ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത് കേട്ടോ. ഒരു മഴയും കൂടി വന്നാ അന്തസ് എന്ന് വേണേ പറയാം. കാര്യം വരാനുള്ള ഒക്കെ വന്നു. ഇനിയിപ്പോൾ ആകെ മഴയും കൂടി വരാണ്. നല്ല ക്ലൈമറ്റ്, മൂടി മഴ പെയ്യാൻ പോണ പോലെ ഇരിപ്പുണ്ട്. പക്ഷെ ഇതുവരെ പെയ്തിട്ടില്ല. ഒന്നാമത് തണുത്തിട്ട് ഒരുപാട് വന്നിട്ടുണ്ട്. ഏതായാലും കടൽ ഇനി എങ്ങനെയാണ് ഇരിക്കണെന്ന് നോക്കട്ടെ. പോണ വഴി മുഴുവൻ മഞ്ഞ് കിടക്കുക. ഭാഗ്യത്തിന് ഒരു ലെയർ പോലും ഇല്ലാത്തതുകൊണ്ട് തെന്നുന്നില്ല. ബാക്കിയെല്ലാം വരേണ്ടത് വന്നു. ഇതുകൊണ്ടാ മരമൊക്കെ വീണ് കിടക്കണം. നല്ല കാറ്റാണ്. അവിടെ കിളിക്കൂട്, നല്ല കാറ്റുണ്ട്. ഈ ഇരമ്പൽ എന്തിനാന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇത് ഈ മരത്തില് ഇതടിക്കണാണോന്ന് അറിയാൻ പാടില്ല, അതോ കടലിന്റെ ആണോന്ന് അറിയാൻ പാടില്ല. നല്ല മഞ്ഞ് മഴയാണ് കേട്ടോ. മഴ മാത്രല്ല, മഴയാണെ സഹിക്കായിരുന്നു. ഇത് മറ്റേ മഞ്ഞ് മഴയാണ്. മഞ്ഞ് മഴയും കാറ്റും ഒരു വല്ലാത്ത കാലാവസ്ഥ കേട്ടാ. എന്തോ വരാൻ പോകുന്നത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞില്ലേ. കണ്ടോ അമ്മേ, മുഖത്തോട്ട് അടിച്ചുകൊണ്ടിട്ടേ നല്ല വേദന എടുക്കണ്. നോക്ക് നോക്ക്, ഇതുണ്ടാ? ആ, ഇതെന്താ? നമ്മളവിടെ എത്തി. പോലെ സുനാമി വന്നാ തികഞ്ഞി. സംതൃപ്തിയായി. എന്റെ മോന് നോക്ക്, ഇങ്ങോട്ട് പോവാൻ പറ്റില്ല. പക്ഷേ ഉണ്ടല്ലോ ഗൈസ്, ട്രസ്റ്റ് മീ, ഞാൻ ഇതിന്റെ വേറെ വീഡിയോ കാണിച്ചു തരാം.
ഇവിടെ തിര പൊതുവെ ഉണ്ടാവാറില്ല. ഇന്ന് കാറ്റ് കാരണമാണ് ഇവിടെ ഇപ്പം തരാൻ. അയ്യോ, അങ്ങോട്ട് പോകണില്ല ഞാൻ, എനിക്ക് പേടിയാവുന്നുണ്ട്. തിരിച്ചു പോയാലോ നമുക്ക്? നോക്ക്, ഇത്രയും തിര പോയിട്ട് ഇവിടെ ഈ വെള്ളമൊന്നും അനങ്ങാറ് പോലും ഇല്ല, അറിയോ? ഒരു എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവില്ല. തണുത്ത് കയ്യും കാലൊക്കെ പോയി, ചുണ്ടൊക്കെ നോക്ക്. എങ്ങനെയെങ്കിലും എനിക്ക് വീട്ടിൽ പോയാ മതി, എനിക്ക് വീട്ടിൽ പോടേ. അമ്മനാണ് അവിടുന്ന് കേറണില്ല, അവിടെ ആ കടലിനെ ചോട്ടി തന്നെ നിപ്പുണ്ട്. എനിക്കനെ പേടിയാവുന്നുണ്ട്. ഇരുട്ടി തുടങ്ങിയേ, ഇവിടെ നേരത്തെ ഇപ്പം ഇരുട്ടാവും, അതാണ് അടുത്ത ശോകം. അതിൻ്റെ കൂടെ ഈ തണുപ്പും സഹിക്കാൻ വയ്യ. അപ്പം ഇത്രേ ഉള്ളൂ വ്ളോഗ്. ഇനി ഞാൻ തിരിച്ച് വീട്ടിൽ പോകണം, അത് വേറെ കാര്യം. ഇനി ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലട്ടെ. എൻ്റെ കൈയൊക്കെ മരച്ചു, എനിക്ക് ഫോണും ക്യാമറ ഒന്നും പിടിക്കാൻ പറ്റുള്ള. സോ സീ ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.